الحمد لله وحده نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الأحبة أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكل أمة جعلنا منسكا هم ناسكوه فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി ജീവിതം തഖ്വയോടുകൂടി ക്രമപ്പെടുത്തണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമ്മൾ ഏറെ കേൾക്കുന്ന ഒരു വാക്കാണ് സ്വാതന്ത്ര്യം എന്നത്. ഇപ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ആ പദം ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സാംസ്കാരിക മാറ്റത്തിൻ്റെ വാക്കുകൂടിയായിട്ടാണ് കുറച്ച് കാലങ്ങളായി ഈ പദം നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ മക്കൾ, പുതിയ തലമുറ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിബറലിസം എന്നൊക്കെ ഒരു ഇസമാക്കി കൊണ്ടുവരുന്ന ആ ഒരു സ്വതന്ത്രതാവാദം അഥവാ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് പുതിയ കാലത്ത് ഏറെ വിശാലത വരണം എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം എന്ന് ആ തലമുറ പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പടച്ചവൻ്റെ സൃഷ്ടിപ്പ് തന്നെ ബന്ധങ്ങളോടെ നിലനിൽക്കാൻ വേണ്ടിയുള്ളതാണ്. മറ്റു ജന്തുക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യൻ ഇണയും കുടുംബവുമൊക്കെയായി അവൻ ബന്ധങ്ങളിലൂടെ ജീവിക്കണം എന്നതാണ് ഈ പ്രകൃതിയുടെ നിയമവും ആ പ്രകൃതിയുടെ വിധാതാവായ അള്ളാഹു സംവിധാനിച്ചത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ബന്ധങ്ങളുടെ തുടക്കം അവിടെ നിന്നാണല്ലോ അല്ലേ? ആദമും ഹവ്വയും തമ്മിലുള്ള ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്നാ പിന്നീട് നമ്മുടെ അയൽപക്ക ബന്ധവും കൂട്ടുകാരെന്നുള്ള ബന്ധവും സഹപ്രവർത്തകർ എന്നുള്ള ബന്ധവും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ അത് വമിൻ ആയാതിഹി, പടച്ചവൻ്റെ അടയാളങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ അവൻ ഇണകളായി സൃഷ്ടിച്ചു എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു ബന്ധം, ഏറ്റവും പവിത്രമായ ആ ബന്ധം പോലും വേണ്ട എന്ന് വേരിൽ വെച്ച് മുറിക്കലാണ് സ്വാതന്ത്ര്യം എന്നാണ് പുതിയ കാലത്തെ ആരൊക്കെയോ പറയുന്നത്. ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കു മാത്രമാണ്. ഞാൻ എന്തു തിന്നണം, എന്തു കുടിക്കണം, എന്തു ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കു മാത്രമാണ്. അല്ലെ? കേൾക്കുമ്പോൾ ചിലതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് തോന്നും. ഒരുപക്ഷേ ഒരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ അത് തിന്നാൻ പാടില്ല, ഇങ്ങനെ ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം ഈ വാക്ക് നല്ല രസമുള്ള, അതായത് ഞാൻ എന്താ തിന്നേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, ഞാൻ എന്താണ് ഉടുക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് ഉടുക്കേണ്ടത് എന്നാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു മനോഹരമായ പ്രയോഗമായി നമുക്ക് തോന്നും. പക്ഷെ അതിനകത്തൊരു സംസ്കാരം ഉണ്ടല്ലോ. ഇസ്ലാം മനുഷ്യൻ്റെ ആ സ്വാതന്ത്ര്യത്തിനെ
ഖിയാറിനെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഖളാ ഖദർ വിശദീകരിക്കുമ്പോൾ അല്ലേ, അള്ളാഹുവിൻ്റെ വിധിപ്രകാരമല്ലാതെ ഒന്നും നടക്കുന്നില്ല, എല്ലാം അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ്. എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ പണിയെടുക്കുന്നത്? അള്ള കുറേ ആളുകൾ നരകത്തിലേക്കും കുറേ ആളുകൾ സ്വർഗത്തിലേക്കും ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് എന്തർത്ഥം, നിസ്കരിക്കുന്നതിന് എന്തർത്ഥം? അല്ലെ, തോന്നിവാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നീ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, അള്ളാൻ്റെ വിചാരണ വരില്ലേ, പരലോകത്ത് സ്വർഗവും നരകവും ഒക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയാണ് എൻ്റെ കാര്യമൊക്കെ പടച്ചോ തീരുമാനിച്ചല്ലേ, ഇന്നെങ്ങനെ തോന്നിയാസിയായി നടക്കാനായിരിക്കും അള്ളാൻ്റെ ഖളാവ് അല്ലെ, പിന്നെ ഞാനെന്തിന് നന്നാവണം അല്ലെ? ഇതിനെ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ പറയാറുണ്ട്, ആ ഖളാ എന്ന് പറഞ്ഞതിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ ഇൽമ അല്ലെ. നമുക്ക് അള്ളാഹു ഒരു ഖിയാർ, ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കള്ളു കുടിക്കണോ കുടിക്കണ്ടേ, നമസ്കരിക്കണോ നമസ്കരിക്കണ്ടേ അല്ലെ, സൽസ്വഭാവിയാകണോ ദുസ്വഭാവിയാകണോ. ഫഹദൈനാഹുൻ നജ്ദൈൻ അല്ലെ, മനുഷ്യന് കിട്ടിയ പ്രത്യേകത. മലക്കുകൾക്കതില്ല. മലക്കുകൾക്ക് എത്രയേ ഉള്ളൂ, അള്ള എന്താണോ പറഞ്ഞത് അതുപോലെ ജീവിക്കാനേ അവർക്ക് കഴിയും, അതിനെതിര് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എതിര് ചെയ്യാൻ മനുഷ്യന് കഴിയുമെന്നതുകൊണ്ട് അള്ളാഹിനെ ധിക്കരിച്ച് ചെയ്യാൻ കഴിയോ? ഇല്ല. അതാണ് നമ്മൾ ഖളാ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി ഖദർ എന്ന് നമ്മൾ പറയുന്നത്. നമസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു, നമസ്കരിക്കാതെ നമുക്ക് വേണമെങ്കിൽ നടക്കാം. പക്ഷെ ആ നമ്മൾ നമസ്കരിക്കാതെ നടക്കുക എന്ന് പറഞ്ഞതും അള്ളാഹുവിൻ്റെ വിധിക്കപ്പുറമല്ല, അതും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അത്രയേ ഉള്ളൂ അല്ലെ. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ നന്ദി കേട് കാണിച്ചോട്ടെ, അല്ലെങ്കിൽ അവിശ്വാസി ആയിക്കോട്ടെ. ആ സ്വാതന്ത്ര്യം മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ സാമൂഹിക ക്രമങ്ങളെ അള്ളാഹു ശക്തമായി വിമർശിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് അഖബ മറികടന്നില്ല? ഫലഖ്തഹമൽ അഖബ, നിങ്ങൾ എന്തേ ആ മലമ്പാത മറികടന്നില്ല? എന്നിട്ട് ആ മലമ്പാത എന്താണ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തത് പറയുന്നത് ഫഖ്ഹു റഖബ, അടിമത്വം മോചിപ്പിക്കലാണ് അല്ലെ. മനുഷ്യനെ അടിമയാക്കുന്ന സംവിധാനം ലോകത്ത് ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പൊതുവെ ഈ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിമർശകന്മാരെന്ന് പറയുന്ന, മാന്യമായി വിമർശിക്കുന്നവരെന്ന് പറയുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ പൊതുവെ പറയുന്ന ഒന്നാ, ഇസ്ലാമിൽ അടിമത്വം നിരോധിച്ചിട്ടില്ല. നബിയുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അടിമകൾ ഉണ്ടായിരുന്നല്ലോ. ഖുർആനിൽ മദ്യം നിരോധിച്ചതുപോലെ, വ്യഭിചാരം നിരോധിച്ചതുപോലെ അടിമ നിരോധനം ഖുർആനിലില്ല. അതുകൊണ്ട് ആധുനിക സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സംസ്കാരത്തിന് ഇസ്ലാം ചേർന്നതല്ല എന്ന്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ആദർശം തന്നെ ആ ഹുരിയത്ത, ആ സ്വാതന്ത്ര്യമാണ്. പിന്നെ എൻ്റെ അടിമത്വം എന്ന് പറയുന്ന അന്നത്തെ മനുഷ്യനെ അടിമയാക്കുന്ന സംവിധാനത്തിന് ഒരു വാക്കുകൊണ്ട് ഖുർആൻ നിരോധിക്കാതിരുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്ലാമിക ലോകത്ത് ഒരു ഭരണാധികാരിയും അടിമത്വം നിരോധിച്ചു എന്ന് പറഞ്ഞ് വരേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇസ്ലാമിക ലോകത്ത് അടിമത്തം ഇല്ലാതായി. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിലാണ് ഉത്തരാധുനികതയുടെ അപ്പോസ്തലന്മാരെന്നൊക്കെ പറയുന്ന നമ്മുടെ അമേരിക്ക പോലെയുള്ള, ബ്രിട്ടൻ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പോലും അടിമത്വം നിരോധിക്കുന്ന നിയമം വരുന്നത്. ഏത് ഈ 19-ാം നൂറ്റാണ്ടിലൊക്കെ അല്ലെ. അബ്രഹാം ലിങ്കന്റെ കഥയൊക്കെ നമ്മൾ കേട്ടില്ലേ. എന്നാൽ അറബികൾ എന്തൊക്കെ സംസ്കാരമില്ല എന്നൊക്കെ അവർ പറയുമെങ്കിലും അല്ലെ, ഇവരുടേതായ വീക്ഷണപ്രകാരമുള്ള സംസ്കാരമല്ലെങ്കിലും അടിമത്വം എന്നോ അവിടെ നിന്ന് പോയി. എങ്ങനെ പോയി? ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഇനി അടിമത്വം പാടില്ല എന്ന് നിയമം പറഞ്ഞതാ? ഖുലഫാഉർ റാഷിദുകളാരോ, ഇനി അതല്ല അമവിയ ഭരണകൂടമോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണകൂടം ഒരു നിയമം കൊണ്ടുവന്നതാ? അല്ല. ഈ ഖുർആൻ പഠിച്ചപ്പോൾ ആ സമൂഹത്തിന് മനസ്സിലായതാ. അടിമയെ വരാനുള്ള വഴി മുഴുവൻ ഇസ്ലാം തടഞ്ഞു അല്ലെ. വരാനുള്ള വഴി യുദ്ധമായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്വതന്ത്രരായ മനുഷ്യരെ അടിമയാക്കാനുള്ള വഴി ഒരു യുദ്ധത്തിൽ ബന്ദിയാക്കി പിടിക്കുന്ന ആളുകളെ മുഴുവൻ അടിമകളാക്കുമായിരുന്നു അല്ലെ. ഇസ്ലാം അതിൻ്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ പിടിച്ച ആളുകളെയൊക്കെ അവരിൽ നിന്ന് പ്രായശ്ചിത്തം വാങ്ങി അല്ലെങ്കിൽ ദണ്ഡം വാങ്ങി തിരിച്ചയക്കണമെന്ന് പറഞ്ഞു അല്ലെ. നമുക്കറിയാലോ ബദറിൻ്റെ ഒക്കെ പശ്ചാത്തലമൊക്കെ. ശേഷം പിന്നീട് ഇസ്ലാമികമായ ശക്തി കിട്ടിയപ്പോൾ അള്ളാഹ് കൃത്യമായി നിർദ്ദേശിച്ചു, ഒന്നും തന്നില്ലെങ്കിലും നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കി വിടണം.
അല്ലെ? ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ അടിമത്വത്തിൽ നിന്ന സമയത്ത് റസൂലിന്റെ കൂടെ വിശ്വാസികളായിക്കൊണ്ട് തന്നെ അടിമകളായി കുറെ സഹാബികൾ ഉണ്ടായിരുന്നു, നമുക്കറിയാം. പക്ഷെ അതേ റസൂലുള്ളയാണ് 8 വർഷം കഴിഞ്ഞ്, അഥവാ മക്ക വിജയത്തിന് ശേഷം, മക്ക വിജയത്തിൽ ലോകാത്ഭുതമായ ഒരു പ്രഖ്യാപനം നടത്തുന്നത്, അല്ലേ? ആ ആളുകൾക്ക് മുമ്പിൽ അന്തുമുത്തുലക്ക, അന്ന് കണക്കനുസരിച്ച്, ആ യുദ്ധ നിയമം അനുസരിച്ച്, ആ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ, മുസ്ലിങ്ങളുടെ എന്നല്ല, പൊതുസമൂഹത്തിന്റെ നിയമം അനുസരിച്ച് അന്ന് ആ മക്കയിലുള്ള മുഴുവൻ മനുഷ്യരെയും അടിമകളാക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. സാമൂഹിക ക്രമമനുസരിച്ചും പറ്റും, റസൂലിന്റെ സൈനിക ശക്തി അനുസരിച്ചും അന്ന് സാധിക്കും. പക്ഷെ റസൂൽ എന്താ പറഞ്ഞേ? അന്തുമുത്തുലക്ക, നിങ്ങൾ സ്വതന്ത്രരാണ്. അല്ലെ? ഇസ്ലാമിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, യുദ്ധത്തിലൂടെ അടിമകളെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അടിമ സ്ത്രീകളെ യജമാനന്മാർക്ക് ലൈംഗികമായി ഉപയോഗപ്പെടുത്താമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു, അല്ലെ? മഹർ കൊടുത്തുകൊണ്ട് അവരെ വിവാഹം അവരെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ പിന്നീട് എന്ത് പറഞ്ഞു? അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർ സ്വതന്ത്രരായി കഴിഞ്ഞു, പിന്നെ അടിമത്തല്ല. ആ കുഞ്ഞിൻ്റെ കുഞ്ഞും പിന്നെ അടിമായി തലമുറ പോകില്ല. അതേപോലെ ഖുർആൻ പറഞ്ഞു, അടിമമോചത്തിന് മഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണല്ലോ വലിയ വില കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ അബൂബക്കർ സിദ്ദീഖ് വാങ്ങി മോചിപ്പിച്ചതാണ്. ഒരുപാട് സഹാബികൾ അങ്ങനെ ചെയ്തു. പൈസ ഉള്ളവരൊക്കെ പാവപ്പെട്ടവരായ ഒരുപാട് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അവർക്ക് വേണ്ടി കരാർ പത്രമൊക്കെ എഴുതുമ്പോൾ തരാൻ കഴിയാത്ത പൈസക്കൊന്നും നിങ്ങൾ വ്യവസ്ഥ എഴുതരുത്. അതായത് അവരുടെ സ്വത്താണല്ലോ, ആ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വരുമാനമാണത്. അതാ മുഹമ്മദ് നബിയുടെ ആ അറബികളുടെ മാത്രം പ്രത്യേകതയല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നും നിയമപരമല്ലെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും. നമ്മളെ കന്നുകാലികളെ പോലെ മനുഷ്യരെ കൊണ്ട് നടക്കുന്നു, അവരുടെ ഉപജീവനത്തിന്റെ മാർഗമായി, വരുമാന മാർഗമായിട്ടൊക്കെ. അന്ന് ഒരു ദിവസം ഈ അബ്രഹാം ലിംഗം പ്രഖ്യാപിച്ചതുപോലെ നിങ്ങളൊക്കെ സ്വതന്ത്രമാണ്, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ ആ സാമൂഹിക ക്രമം മൊത്തം തകരും. ഇവിടെ എന്താ ഉണ്ടായത്? അവരൊക്കെ ഓരോ തലമുറയായി അടിമകളായി വളർന്നു വന്ന ആ സമൂഹത്തിനെ ഒരു നിയമം കൊണ്ട് ഒരു ദിവസത്ത് സ്വതന്ത്രരാക്കി വിട്ടപ്പം അവരുടെ ജീവിതം പ്രശ്നമായി, അടിമകളുടെ പരിപാലനം പ്രശ്നമായി. ഓൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഓൾക്ക് ഇതുവരെ ഒരു കച്ചവടം ചെയ്ത് നോക്കിയില്ല, അല്ലെങ്കിൽ അവരിതുവരെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല, അവരിതുവരെ ഒരു ഉത്തരവാദിത്വവും വഹിച്ചിട്ടില്ല. എന്താണോ യജമാനൻ പറഞ്ഞത് അതുപോലെ അങ്ങനെ പോയതാ, അല്ലേ? പശുവിനെ വല്ല കയറ് വലിച്ചങ്ങനെ നമ്മൾ വയലിലേക്ക് കൊണ്ടുപോയപ്പം പശു അങ്ങനെ വയലിലേക്ക് വന്നു, അല്ലേ? അല്ലെ കാളനെ നമ്മളങ്ങനെ വലിച്ചുകൊണ്ടുവന്നപ്പം അത് വന്നു, നമുക്കത് നിന്ന് തന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ മുഖം കെട്ടി നമ്മളെന്താണോ ചെയ്തത് അതുപോലെ തന്നെയായിരുന്നു മനുഷ്യരും. ആ മനുഷ്യർക്ക് ഉപജീവനം മുട്ടി, അവരുടെ ജീവിതം പ്രശ്നമായി തീർന്നു. അവിടെ നമ്മളത് ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ള അങ്ങനെ പ്രഖ്യാപനം നടത്തിയില്ല. എന്നാൽ റസൂലുള്ളയുടെ സഹാബികൾ പിന്നീട് അടിമകളോടുള്ള പെരുമാറ്റമൊക്കെ ഖുർആൻ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. യജമാനനും അടിമയും ഒരുപോലുള്ള വസ്ത്രം, ഒരുപോലുള്ള ഭക്ഷണം, ഒരുപോലുള്ള പാർപ്പിടം. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല ആരാ അടിമ എന്നൊക്കെ തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട്. പക്ഷേ റസൂലിന്റെ സഹാബികൾക്കിടയിൽ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. അതുപോലെ തന്നെ പല ഇസ്ലാമിലെ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ, ചില കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിനൊക്കെ പകരമായി അടിമയെ മോചിപ്പിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ഒരു മുസ്ലിമിനെ അബദ്ധത്തിൽ കൊന്നുപോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തത്തിൽ ഒന്നാമത് പറയുന്നത് വിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ്, അല്ലെ? ഹജ്ജുമായി ബന്ധപ്പെട്ട് അതുപോലെ ചില ആരാധനാ കർമ്മങ്ങളിലൊക്കെ വരുന്ന ചില വീഴ്ചകൾക്ക് പകരമായി അടിമയെ മോചിപ്പിക്കലാണ് പകരമായി പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ ആ ആദ്യ 1-2 തലമുറകൾ കഴിയുമ്പോഴേക്ക് തന്നെ അടിമത്വം അവസാനിച്ചു ആ പ്രദേശങ്ങളിൽ. വലിയ വികസിതരെന്ന് പറയുന്നവരുടെയൊക്കെ നാട്ടിൽ അതിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം അവസാനിച്ചത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇതാണ്: സ്വാതന്ത്ര്യത്തിന് ഇസ്ലാം നൽകുന്ന വില. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് ഇസ്ലാം പരിധി വെച്ചു. ആ പരിധി അറിയാതെ പോയതാണ് ഈ പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം, അല്ലേ? എൻ്റെ ജെൻഡർ തീരുമാനിക്കുന്നത്, ഞാൻ ആണോ പെണ്ണോ തീരുമാനിക്കുന്നത് ഞാനാണ്, ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അവിടെ ഇസ്ലാം ചില പരിധികൾ വെച്ചിട്ടുണ്ട്. ആ ഇസ്ലാമികമായ അള്ളാഹുവിൻ്റെതായ കൽപ്പനകൾക്ക്, നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ രൂപത്തിലാകരുത് നിന്റെ സ്വാതന്ത്ര്യം. കാരണം നീ എങ്ങനെ ജീവിക്കേണ്ടവനാ,
പശുവിനെ പോലെ, പോത്തിനെ പോലെ അങ്ങനെ ജീവിക്കേണ്ടവനല്ല, നീ ഒരു സമൂഹമായി ജീവിക്കേണ്ടവനാണ്. അപ്പൊ ആ സമൂഹത്തിനകത്ത് ഇത് ആധുനിക സ്വാതന്ത്ര്യത്തിന്റെ വിശദീകരണ നിർവചനങ്ങളിൽ നമുക്ക് കാണാം. നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് കൈവീശാം, പക്ഷെ മറ്റവന്റെ മൂക്കിന്റെ അടുത്ത് വരെ മാത്രം. ആ മൂക്കുമ തട്ടിയാൽ എന്റെ സ്വാതന്ത്ര്യം പോയി അല്ലെ? അതാണ് ഇസ്ലാമികമായ ശരീഅത്തിന്റെ ആ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. വസ്ത്രം അത് കറുത്തത് വേണോ, അതേപോലെ തന്നെ അത് പാൻ്റ് ആക്കണോ, അതല്ല നമുക്കത് വേറെ ഏതെങ്കിലും രൂപത്തിലുള്ളതാക്കണോ? ഇസ്ലാമിൻ്റെ ഒരു പൊതു നിയമമുണ്ട്, ഒരു ഡ്രസ് കോഡ്. നിര്യാണിക്ക് താഴെ പോകരുത്, ആണാകുമ്പോൾ പൊക്കിളിൻ്റെയും നിര്യാണിയുടെയും ഇടയിലുള്ളതാകണം അതിൻ്റെ നിർബന്ധിത വസ്ത്രം. അതിൻ്റെ മേലോട്ടുള്ളത് അഹങ്കാരത്തിൻ്റെതും പൊങ്ങച്ചത്തിൻ്റെതും ആർഭാടത്തിൻ്റെതും ആകരുത്. അത്രേ ഉള്ളൂ അല്ലെ? സ്ത്രീ ആണെങ്കിൽ അവൾക്ക് മുഖവും മുൻകൈയുമല്ലാത്ത ഭാഗങ്ങൾ മറിഞ്ഞിരിക്കണം. അത് കറുത്തത് വേണോ, ചോർന്നത് വേണോ അല്ലെ? അത് ഏത് രൂപത്തിലാണ്? അയഞ്ഞതായിരിക്കണം, കുടുങ്ങിയതാകരുത്. അത്രയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ പൊതു നിയമങ്ങൾ. ഭക്ഷണം ചിലതൊക്കെ തിന്നാം, ഹലാലാണ്, ചിലതൊന്നും തിന്നരുത്. അത് എൻ്റെ സ്വാതന്ത്ര്യമല്ലേ, ഞാൻ എന്താ തിന്നണം എന്ന് തീരുമാനിക്കേണ്ടത് അല്ല. ആ സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ ചില പരിധികൾ അല്ലാഹു വെച്ചു. എന്തിനു വെച്ചു? അല്ലാഹു എന്തിനാ ഹറാമും ഹലാലും വെച്ചത്? അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, അള്ളാഹ്ക്ക് കൂലി തരാനാണ്, നമുക്ക് പ്രതിഫലം കിട്ടാൻ. പരീക്ഷണം നമ്മൾ പറയില്ലേ, ജീവിതം എന്താ പരീക്ഷണം അല്ലെ? കന്നു കഴിഞ്ഞ പോലെ എല്ലാം തിന്ന് എന്തും ചെയ്ത് അങ്ങനെ നടക്കല്ല. ഇവിടെ നോ, ഇത് നോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളെ പരീക്ഷിക്കുക, നമ്മുടെ ഈമാൻ പരീക്ഷിക്കുക റബ്ബ്. ഒന്നത്. രണ്ടാമതൊന്നു കൂടിയുണ്ട്. അള്ളാഹ് എന്തൊരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടോ അത് മനുഷ്യന് ഗുണമായിരിക്കും. അള്ളാഹു നിഷിദ്ധമാക്കിയ ഏതെങ്കിലും ഒരു കാര്യം ഇതുവരെ ലോകത്ത് അത് മനുഷ്യവർഗത്തിന് ഇല്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല ലോകം അല്ലെ? ഇസ്ലാം പന്നി നിരോധിച്ചു, ഇസ്ലാം മദ്യം നിരോധിച്ചു, ഇസ്ലാം പലിശ നിരോധിച്ചു, ഇസ്ലാം വ്യഭിചാരം നിരോധിച്ചു അല്ലെ? ഈ കാര്യങ്ങളൊക്കെ അത് നിരോധിച്ചത് മോശമായി. സമൂഹത്തിന് നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഏതോ ചില ആളുകൾ വാശിയും ദേഷ്യം കൊണ്ട് പറയും. നമുക്കറിയാം, പലിശമല്ല ലോകം മുഴുവൻ കറങ്ങുന്നത്. പക്ഷേ അത് ഉപയോഗിക്കുന്ന അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം മൊത്തം പറയണ എന്താ? ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം പലിശയാണെന്നാ. പക്ഷെ അതില്ലാതെ നമുക്ക് പറ്റൂല, നമ്മളങ്ങനെ ശീലായിപ്പോയി. കാരണം നമുക്ക് കൂലി ഇവിടുന്ന് തന്നെ കിട്ടിയേ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം ഒരു കാര്യം ഹറാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതൊന്ന് ആത്യന്തികമായി നമ്മുടെ വ്യക്തിപരമായ ഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയെ ഇസ്ലാം നിർണയിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം മനുഷ്യന് വിശ്വാസപരമായി വേണം, അവൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളിൽ വേണം. അതിന് തടസ്സമുണ്ടാക്കുന്ന ഏറ്റവും വലിയതാണ് അടിമത്വം എന്ന് പറഞ്ഞപ്പോൾ ആ അടിമത്വത്തിന് ഇസ്ലാം നിരോധിച്ചു. അക്ഷരം കൊണ്ട് നിരോധിച്ചിട്ടില്ല എങ്കിലും ആ ഇസ്ലാമികമായ സാഹചര്യത്തിൽ അടിമത്വം വരുന്നതില്ലാതെയായി. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ഇത്രത്തോളം വില നൽകുന്ന ഒരു സമൂഹം, നമ്മളെക്കുറിച്ച് പൊതുവേ ആരോപണങ്ങളാണ്. ഇത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്ത്രീകളല്ലേ. ആ സ്ത്രീകളെ അടിമകളാക്കി വെച്ചിരിക്കുന്നു ഇസ്ലാമിക സംസ്കാരം അല്ലേ? നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ആരോപണമാണ് നമുക്കെതിരെ. സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല ഇസ്ലാമിൽ. പുരുഷാധിപത്യത്തിന്റെ അടിമത്വത്തിന് കീഴിലാണ് ആ സമൂഹത്തിലെ സ്ത്രീകളുള്ളത്. ആരാ ഇത് പറയുന്നത്? ഈ നിയമം പാലിച്ചു നടക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ആർക്കും ഈ പരാതിയില്ല, നൂറ്റാണ്ടുകളായിട്ടില്ല. പിന്നെയോ ഇപ്പുറത്തുനിന്ന് നോക്കുന്ന ആരൊക്കെയോ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് അസ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ ബഹുഭാര്യത്വം അസ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ സമ്പത്ത് അനന്തരാവകാശ സ്വത്തിൽ നിങ്ങൾക്ക് തന്നത് അസ്വാതന്ത്ര്യമാണ് അല്ലെ? ഇസ്ലാമിക ലോകത്തെ സ്ത്രീത്വത്തിനില്ലാത്ത പരാതികൾ ഇവർക്കുണ്ട്. കാരണം അവരതേ കാണുന്നുള്ളൂ. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒന്നുകിൽ അവര് മനഃപൂർവ്വം മറച്ചു വെക്കുക. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അള്ളാഹു തരും അല്ലെ? മലക്കിന് അള്ളാഹു കൊടുത്തിട്ടില്ല, അത് മനുഷ്യന് ആ സ്വാതന്ത്ര്യം അള്ളാഹു നൽകി. എന്നിട്ട് അതിൽ നിന്ന് നല്ലതേതാണ് ചീത്ത ഏതാണ് എന്ന് അവൻ തിരഞ്ഞെടുക്കണം. അവൻ്റെ വിശ്വാസമായാലും ശരി. ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, എല്ലാ സമൂഹത്തിനും നാം കുറെ ആരാധന ആചാര അനുഷ്ഠാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഹും നാസിക്കൂ, അവരതനുസരിച്ച് നടക്കുന്നവരാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ സ്വാതന്ത്ര്യം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും നമുക്ക് പ്രധാനമുള്ള 2-3 മാനദണ്ഡങ്ങളുണ്ടല്ലോ. അതിൽ പ്രധാനമായ ഒന്ന് മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അല്ലെ? ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരാവകാശങ്ങളിൽ ഒന്നാണ് അവൻ്റെ ഇഷ്ടമുള്ള മതം ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം. ഇത് വെറുതെ കിട്ടിയതല്ല, ഇത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിലൂടെ വന്നതാണ്, അല്ലെ? ഇവിടെ നമുക്ക് 947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഇവിടെ മനുഷ്യരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റല്ലാത്ത ആളുകളുണ്ട്, ഭരണകൂടങ്ങളുണ്ട്, മുസ്ലിം ഭരണകൂടങ്ങളുണ്ട്, അല്ലാത്ത ഭരണകൂടങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചു പോന്നിട്ടുണ്ട്. 8 നൂറ്റാണ്ടോളം മുസ്ലിങ്ങളുടേതെന്ന് പറയാനില്ല എങ്കിലും ഇസ്ലാമിക വിശ്വാസങ്ങൾ സംരക്ഷിച്ച് ജീവിച്ച കുറേ ഭരണാധികാരികളൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ, അല്ലെ? ആ ഭരണാധികാരി ഇസ്ലാമിക ഭരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണത്തിനെ നമുക്കിപ്പോൾ അത്രയും കൃത്യമായി ഇസ്ലാമിക ഭരണം എന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ അക്ബർ ചക്രവർത്തി ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അക്ബർ ദ ഗ്രേറ്റ് എന്നറിയുന്ന മഹാനായ അക്ബർ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിട്ടുണ്ട്. ഇത് ഇസ്ലാമിക ഭരണം എന്ന് പറയാൻ കഴിയും, നമുക്ക് പറ്റില്ല. പക്ഷെ അതേ ഭരണകൂടത്തിൽ തന്നെ നമുക്ക് ഔറംഗസീബിനെ കാണാം. ഏകദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വിരക്തിയിലും ഈമാനിലും ഒക്കെ ആയിരുന്നു. വിശ്വാസത്തിൽ നമുക്കൊക്കെ ഇടയിലുള്ള വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഏതായിരുന്നാലും അത്രയും കാലം ഇവിടെ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്നപ്പോഴും മറ്റു മതസമൂഹങ്ങൾ അവരുടെ മതം ജീവിച്ചിട്ടുണ്ട്. കാരണം ഖുർആൻ പറഞ്ഞത് അതാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരവും അതനുസരിച്ച് നടക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതും. ഇവിടെ ഖുർആൻ ആ മക്കാ മുശ്രിക്കുകളോട് ഉണർത്തിയ മതാണ് ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഓരോ സമൂഹത്തിനും അള്ളാഹു ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് അവർ ജീവിച്ചു പോരുകയാണ്. ഫലാ യുനാസിഉന്നക ഫിൽ അംർ, അതുകൊണ്ട് നിന്റെ ഈ ശരീഅത്തിന്റെ കാര്യത്തിൽ എന്നോട് തർക്കിക്കാൻ ഒരു വരണ്ട, അല്ല, അതിനെ എതിർക്കാൻ അവർ വരേണ്ടതില്ല. വദൂ ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുക, പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, നേരായ വഴിയിലാണ് താൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്, അത് യുവാക്കളൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ സോഷ്യൽ മീഡിയ ആണല്ലോ എന്നൊക്കെ പ്രധാന ഗേറ്റ് വേ നമ്മുടെ കമ്മ്യൂണിക്കേഷനുള്ള, അല്ലെ, ആശയ കൈമാറ്റത്തിനുള്ളത് സോഷ്യൽ മീഡിയകളിലാണ്. അവിടങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലയിൽ ഇത്തരത്തിൽ ഇസ്ലാമിനെ വളരെ കുടുസായ ഒരു സംസ്കാരത്തിൻ്റെ ആളുകളായി പ്രചരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യമില്ല അവർക്ക് എന്ന് പറയുമ്പോൾ, ഇപ്പോഴടുത്തും ഒരു എഴുത്തുകാരിയായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇന്ത്യയിലുണ്ടായില്ലേ, അല്ലെ? ലജ്ജയുടെയൊക്കെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല, അല്ലെ? അങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ട് ഇസ്ലാം മുസ്ലിങ്ങളെ മാത്രമേ അംഗീകരിക്കൂ, ആ മതത്തിനെ മാത്രമേ അവർ നിലനിൽക്കാൻ സമ്മതിക്കുള്ളൂ, ഇവിടെ ഒരു ന്യൂനപക്ഷമായതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ അവിടെ നിൽക്കാൻ കഴിയുന്നത്, അവരെങ്ങാൻ ഭൂരിപക്ഷമായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ അവസ്ഥ ഇല്ല. ഇസ്ലാമിക ലോകം മഹാഭൂരിപക്ഷമായി ഭരണം നടന്നുപോയ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിൽ ന്യൂനപക്ഷമായി മുസ്ലിങ്ങളിൽ അല്ലാത്തവർ എല്ലാവിധ അവകാശങ്ങളോടെയും ജീവിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമ്മൾ കേൾക്കാറില്ലേ ഒരിക്കലും? മദീനയിലെ അങ്ങാടിയിലൂടെ ഒരു വൃദ്ധനായ ജൂതന് ഈ പിച്ച എടുത്ത് യാചിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ അയാളോട് കാര്യങ്ങൾ ചോദിച്ചപ്പം, ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ നികുതി തന്നിരുന്നു, നിങ്ങൾക്ക് ജിസിയ തന്നിരുന്നു, ഇപ്പം നമുക്ക് വയസ്സായി പണിയെടുക്കാനാകാതായി, ഇപ്പം നമുക്ക് ജീവിക്കാൻ വകുപ്പില്ല, അല്ലെ? നീതിമാനായ ഉമറുൽ ആദിൽ, അല്ലെ? ഉമറിൻ്റെ ചെയ്തു, വാർദ്ധക്യകാല പെൻഷൻ പ്രഖ്യാപിച്ചു. ആർക്ക്? മുസ്ലിങ്ങളല്ലാത്തവർ. മുസ്ലിങ്ങൾക്ക് ഒരു പക്ഷേ നേരിട്ട് സക്കാത്തിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അല്ലെ? വാർദ്ധക്യകാല പെൻഷൻ എന്നത് ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അത്രയും വിശാലമാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. അത് നമ്മൾ മനസ്സിലാക്കുക. യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്, നമ്മളത് മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് നമ്മൾ പ്രചരിപ്പിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. അള്ളാഹു നൽകിയ അതിരുകളിൽ നിന്നുകൊണ്ട്, അള്ളാഹു കുറേ ഹിമകൾ, അതാണ് ഹറാം ഹലാലുകൾ, ആ അതിരുകളിൽ നിന്ന് നാം ജീവിക്കാൻ ശ്രമിക്കുക. അതിനാ തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു ആ രൂപത്തിൽ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ,
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. പറഞ്ഞു വന്നത്, സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ സമയമാണെങ്കിലും സ്വാതന്ത്ര്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ളതല്ല. അത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്, അത് ഇസ്ലാമിനും വിരുദ്ധമാണ് എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഇരുലോകത്തിൻ്റെയും നന്മക്കുള്ളതായതുകൊണ്ട് തന്നെ ആ നിയന്ത്രണങ്ങൾ അത് അസ്വാതന്ത്ര്യമായിട്ടല്ല പരിഗണിക്കേണ്ടത്, മറിച്ച് അത് മനുഷ്യൻ്റെ നന്മക്കാണ് എന്ന് പരിഗണിച്ച് ജീവിക്കേണ്ടവനാണ് വിശ്വാസി എന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കും ചിലതൊക്കെ കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഈ രാജ്യത്തിലെ പൗരന്മാരെന്ന നിലയിൽ നമുക്കറിയാം, രാജ്യം, ദേശം, ദേശീയത എന്നൊക്കെ പറഞ്ഞത് ഒരു പുതിയ കാല സംവിധാനം. ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് കാണാം, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എൻ്റെ രാജ്യം എന്ന ജനാധിപത്യ എന്ന ദേശീയതയെ ഞാൻ അംഗീകരിക്കില്ല. ഒരു മുസ്ലിമിനോ തന്നെയാണ് അല്ലേ? നമുക്കിപ്പോൾ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ പ്രത്യേകിച്ച് എന്താ പവിത്രത ഉള്ളത്? മണ്ണിന് പ്രത്യേകിച്ചൊരു പുണ്യവുമില്ല അല്ലേ? മക്ക എന്നുള്ള ആ പ്രദേശത്തെ ഹറം എന്ന് പറഞ്ഞ പവിത്രമായ ചില പ്രദേശമുണ്ട്, ആ ഒരു പ്രദേശമാണ് എന്നല്ലാതെ അവിടെ ജീവിച്ചാൽ ഏറെ കൂലി കിട്ടുന്നുണ്ടോ അല്ല അല്ലേ? മദീനത്തേക്ക് വീട്, പള്ളിൻ്റെ അടുത്തേക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയ സഹാബികളെ പോലും റസൂലുള്ള നിരുത്സാഹപ്പെടുത്തിയത്, നിങ്ങൾക്ക് ദൂരത്തൊന്നും വന്നോളും, നിസ്കാരത്തിന് കൂലി കൂടുതൽ കിട്ടുമേ. നമ്മുടെ നാട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. സാധാരണ ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ വേറെ ഏതേ നാട്ടിൽ പുരണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാതെ എങ്ങനെയെങ്കിലും അവിടെ തന്നെ എത്താൻ നോക്കും. കാരണം നമ്മുടെ അയൽപക്കം, നമ്മുടെ കുടുംബം അല്ലേ, ആ രൂപത്തിലുള്ള ഒരു സ്നേഹം ആ രാജ്യത്തിനോട്, ഈ രാജ്യത്തിനോട് നമുക്കുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റ് രാജ്യങ്ങളൊക്കെ എൻ്റെ ശത്രുവാണ് എന്നല്ല. അതോടൊപ്പം ഈ രാജ്യത്ത് നമുക്കുള്ള അവകാശങ്ങൾ അത് ഈ സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും രാഷ്ട്രം അംഗീകരിച്ചു നൽകിയതാണ്. അത് ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ടോ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തി വാങ്ങിയതോ അല്ല. അന്നത്തെ മുസ്ലിം നേതാക്കന്മാരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് മറ്റുള്ളവർ നമുക്ക് തന്നതാണ് എന്നാണോ? അങ്ങനെയൊന്നല്ല. എല്ലാവർക്കും ഒരേ അവകാശം, ന്യൂനമായാലും ഭൂരിപക്ഷമായാലും അല്ലേ, അവൻ്റെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകാൻ. അതിനൊക്കെ വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ. ഉദാഹരണം നമ്മൾ കരുതുക, ജനാധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ മതേതരത്വത്തിനെതിരെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു നിയമമൊക്കെ വരുമ്പോൾ ശരി, നമുക്കൊന്നത് മഹല്ലടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതൃത്വത്തിൽ അതിനുള്ള പ്രതിഷേധം അറിയിക്കേണ്ടത് എന്ത് പറയുമ്പോൾ അതുപോലെ പോയിക്കോട്ടെ, നമുക്ക് വലിയ വിഷയമല്ലല്ലോ. അങ്ങനെയല്ലേ നമ്മളെ കാഴ്ചപ്പാട് അല്ലേ? CAA ഒക്കെ വിഷയം വന്ന സമയത്ത് നമ്മളിൽ എത്ര പേര് അതിൻ്റെയൊക്കെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞു? അത് നമ്മളെ ബാധിക്കുന്നതല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ വിശ്വാസം സംരക്ഷണത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെയൊക്കെ വല്യപ്പന്മാർ സമരം ചെയ്ത് വാങ്ങിയെടുത്തതായി അവകാശം അല്ലേ? ബ്രിട്ടീഷുകാരോട്, അതിനു മുമ്പ് ഡച്ചുകാരോട്, പറങ്കികളോട്, ഫ്രഞ്ചുകാരോട്, അങ്ങനെ പല വൈദേശിക ശക്തികളും അവരുടെ മതപരമായ കാര്യങ്ങളിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെതിരെ തൂഫത്തുൽ മുജാഹിദീനൊക്കെ എഴുതി സമരം നടത്തിയ പണ്ഡിതന്മാരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അപ്പം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ ഐക്യവും ഈ രാജ്യത്തിൻ്റെ നന്മയും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു പ്രാർത്ഥന അല്ലേ? പടച്ചോനെ, നാട്ടിൽ നീ സമാധാനം നൽകണമേ, വിഭവങ്ങൾ നൽകണമേ അല്ലെ? ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു വാക്കുകൂടി പറഞ്ഞു, ഇവിടുത്തെ വിശ്വാസികൾക്ക്. അപ്പം അള്ളാഹു തിരുത്തി പറഞ്ഞു, അല്ല എല്ലാവർക്കും അല്ലേ? ആ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു തടസ്സമില്ല. പാപമോചന പ്രാർത്ഥന വിശ്വാസികൾ തമ്മിലേ പാടുള്ളൂ, അവർക്കേ പാടുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ നന്മകൾക്ക് വേണ്ടിയും, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, അതേപോലെ ആ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി, സമാധാനത്തിനും സുസ്ഥിതിക്കുമൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന അനുവദനീയമാണ്. റസൂലുള്ള വളരെ സങ്കടത്തോടെ ആ മക്ക വിട്ടത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നാട്ടുകാർ വായിപ്പിച്ച പോലെ ഹിജ്റ
ഏതായാലും ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്തും നമ്മൾ നമ്മുടെ മതവും നമ്മുടെ സംസ്കാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തിനെ കുറിച്ച് ബോധവാന്മാരാവുകയും ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാവുകയും ചെയ്യുക എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സമാധാനത്തോടെ ആശ്വാസത്തോടെ ഈ രാജ്യത്ത് നമ്മുടെ ഈമാനോടുകൂടി ഈ രാജ്യത്തിൻ്റെ മുഴുവൻ നന്മകളും ഉപയോഗപ്പെടുത്തി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. സാധാരണ നമ്മൾ രണ്ടാമത്തെ വെള്ളിയാഴ്ച പിരിവ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാവപ്പെട്ട പ്രദേശങ്ങളിലുള്ള പള്ളികൾ നിർമ്മിക്കാനുള്ള ഫണ്ടാണ് ശേഖരിക്കാറ്. അത് നമ്മൾ അറിയാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ കളക്ഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എടുത്ത ആ പൈസ നമ്മൾ ആ ഫണ്ടിലേക്ക് കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. സാധാരണ വെള്ളിയാഴ്ചകളിലേതുപോലെ അതിലേക്ക് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. 1-2 മരണങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒന്ന്, ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മദീനി, നമുക്കറിയാം, 2 ആഴ്ച മുമ്പ് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കേരള ജമിഅത്തുൽ ഉലമയുടെ അഥവാ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിത സംഘടനയുടെ അമരക്കാരനായിരുന്ന അദ്ദേഹം, റൗളത്തുൽ ഉലൂം കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തിരുന്ന അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ച അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് ഗ്രന്ഥങ്ങളും അതുപോലെ ക്ലാസ്സുകളും പഠന സംവിധാനങ്ങളുമൊക്കെയായി ജീവിച്ച ഒരു പണ്ഡിതൻ്റെ മരണം ഒരു സമൂഹത്തിന് എപ്പോഴും നഷ്ടങ്ങളുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ആ പണ്ഡിതന്മാരുടെ മരണം, വിയോഗം സമൂഹത്തിന് പ്രശ്നങ്ങളാണ്. അവിടങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കലാണ്. എല്ലാവരും മരിക്കുമല്ലോ, അമ്പിയാക്കന്മാർ വരെ മരണപ്പെട്ടു പോയതാണ്. നമുക്ക് നല്ല പിൻഗാമികളായ അത്തരത്തിലുള്ള ഉലമാക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അങ്ങനെയുള്ള പ്രതിനിധികളെ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്താൽ നമുക്കുണ്ടായ ആ ഈമാനികമായ നഷ്ടം അള്ളാഹു നല്ല നിലയിൽ പരിഹരിച്ച് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി, 16 വയസ്സുകാരനായ കമ്പിളിപ്പറമ്പിലുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ മരണവും ആ കുടുംബത്തിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നത്. സെറിബ്രൽ പാൾസിയൊക്കെ ബാധിച്ചൊരു മോനാണ്. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം രക്ഷിതാക്കൾക്ക് കിട്ടുന്ന ഒരു കുഞ്ഞാണ്. അള്ളാഹു ആ കുഞ്ഞിൻ്റെ മരണം ആ കുടുംബത്തിന് നന്മയാക്കി നൽകുമാറാകട്ടെ. അവർക്ക് പരലോകത്തേക്കുള്ള ഒരു വരുമാനമാക്കി അള്ളാഹു അവരൊരു ദുഖറാക്കി സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ പരേതനായ പനത്തിൽ അബൂബക്കർ കോയ സാഹിബിൻ്റെ ഭാര്യ അടക്കാനി വീട്ടിൽ ഖദീജ എന്ന സഹോദരി മരണപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇതേപോലെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയവരുണ്ട്. അതിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഇണകളോ മക്കളോ ബന്ധുക്കളോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ട്. കാരുണ്യവാനായ റബ്ബേ, സത്യവിശ്വാസികളായ അവർക്കൊക്കെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി നൽകുകയും ചെയ്യണമേ. നാളെ നിൻ്റെ വിശുദ്ധമായ ജന്നത്തിൽ ഒന്നിച്ചു ചേരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകണമേ നാഥ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, നമ്മളുമായി ബന്ധപ്പെട്ട പലരും തന്നെ പല രോഗാവസ്ഥകളിലാണ്. അള്ളാഹു നിൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് ആ രോഗികൾക്കെല്ലാം ഏറ്റവും സുഗമമായ, ഏറ്റവും ആശ്വാസകരമായ ശമനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, കടുത്ത രോഗാവസ്ഥകളിൽ നിന്ന് നീ ഞങ്ങളെവരെയും കാത്തുരക്ഷിക്കണമേ റബ്ബേ. ജീവിതത്തിൽ വേറെയും പലതരത്തിലുമുള്ള പ്രയാസങ്ങളിൽ ജീവിക്കുകയാണ് ഞങ്ങൾ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, നീ മാത്രമാണ് എല്ലാറ്റിനും പരിഹാരം നൽകാൻ കഴിയുന്നവൻ. ആശ്വാസവും സമാധാനവുമുള്ള ജീവിതമാർഗങ്ങളും നൽകി നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ ആളുകൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, ഈമാനികമായി മരിക്കുവാൻ, പരലോകത്ത് സ്വർഗത്തിൻ്റെ അവകാശികളായി പുനർജനിക്കുവാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുറേയേറെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. കാരുണ്യവാനായ റബ്ബേ,
ഗഫൂറായ റബ്ബേ, നീ ഞങ്ങളുടെ ആ പാപങ്ങൾ പുറത്തു തരണമേ നാഥ. കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള ഈമാൻ നൽകി, ഇൽമ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.